ജീവിതത്തെ തോൽപ്പിക്കാനെത്തിയ ഓട്ടിസത്തെ കല കൊണ്ട് കീഴടക്കുകയാണ് വൈദേഹി. വേലൂർ സജീവൻ ഷീല ദമ്പതികളുടെ മകളായ വൈദേഹി ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന കലാകാരിയാണ്. ഭിന്നശേഷിക്കാരി എന്ന പദം വൈദേഹിയുടെ താൽപര്യങ്ങൾക്ക് തടസ്സമല്ല. ചെറുപ്പം മുതൽ സംഗീതത്തോടും അഭിനയത്തിലും താൽപര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ ഷീല തന്നെയാണ് വൈദേഹിയുടെ ആദ്യ ഗുരു. സാധാരണ കുട്ടികളെപ്പോലെ തന്നെയാണ് സജീവൻ മാഷും ഷീല ടീച്ചറും വൈദേഹിയെ വളർത്തിയത്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, ശാസ്ത്രീയ സംഗീതം, ചെണ്ടവാദ്യം തുടങ്ങി വൈദേഹി തിളങ്ങിയ കലാമേഖലകൾ നിരവധിയാണ്. തൃപ്പൂണിത്തറ രമ്യ ടീച്ചറുടെ കീഴിലാണ് ആദ്യമായി ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയത്. വേലൂരിൽ എത്തിയതിനു ശേഷം ബിറ്റ്സിന ടീച്ചർ, അശോകൻ മാസ്റ്റർ എന്നീ നൃത്ത അധ്യാപകരുടെ കീഴിലായിരുന്നു പരിശീലനം. കോട്ടപ്പുറം മോഹനൻ മാസ്റ്ററിന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതവും ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം ചിത്ര ബാലചന്ദ്രന്റെ കീഴിലും അഭ്യസിച്ചു. യൂട്യൂബിൽ നോക്കിയാണ് മോഹിനിയാട്ടം പഠിച്ചത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തില്ലാന 2024 അവൾക്ക് നാടോടി നൃത്തത്തിന് ഫസ്റ്റ് കിട്ടിയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തനിയെ പഠിച്ചതാണ്. 2 വർഷം മുൻപ്, ഇപ്പോൾ 2 വർഷം ആയിട്ടുള്ളൂ ബഡ്സ് സ്കൂളിലേക്ക് എത്തിയിട്ട്. അതിനു മുൻപ് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു. അപ്പോൾ മോഹിനിയാട്ടത്തിൽ അവൾക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും മോഹിനിയാട്ടവും തനിയെ അവൾ പഠിച്ചതാണ്, യൂട്യൂബ് നോക്കി. കോട്ടപ്പുറം ഉണ്ണികൃഷ്ണമാരാരുടെ കീഴിൽ ഇപ്പോൾ ചെണ്ടവാദ്യവും അഭ്യസിക്കുന്നുണ്ട്. മകളുടെ ശാരീരിക മാനസിക വെല്ലുവിളികളെ കീഴടക്കാനായത് കലാഭ്യാസത്തിലൂടെ മാത്രമാണ് സജീവൻ മാഷും ഷീല ടീച്ചറും ഉറപ്പിച്ചു പറയുന്നു. അഭിനയ പ്രാധാന്യമുള്ള ഇപ്പോൾ നാടോടി നൃത്തം, മോഹിനിയാട്ടം അങ്ങനെയൊക്കെയുള്ള കലകളോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ കൂടുതൽ ഇഷ്ടം കഥകളിയൊക്കെയാണ്. പക്ഷേ അത് പഠിപ്പിക്കാൻ ഉള്ളൊരു സാഹചര്യ ബുദ്ധിമുട്ടുകൊണ്ട് അത് പഠിപ്പിച്ചിട്ടില്ല. ഓട്ടംതുള്ളലിൽ ഒതുക്കി അവളുടെ ആഗ്രഹത്തെ. അപ്പോൾ ഓട്ടംതുള്ളൽ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത് പല വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരു കലാമണ്ഡലം ചിത്ര ബാലചന്ദ്രനാണ്. ടീച്ചർ അവളെ നന്നായിട്ട് പഠിപ്പിച്ചു. ചിട്ടയോടെയുള്ള പരിശീലനത്തിലൂടെ വിവിധ വേദികളിൽ നിറഞ്ഞ അടിയാണ് ഈ കലാകാരി ശ്രദ്ധേയയാകുന്നത്. സബ് ജില്ലാ കലോത്സവം മുതൽ സംസ്ഥാന തലം വരെ തന്റെ പേരിൽ നിരവധി സമ്മാനങ്ങൾ വൈദേഹി വാരിക്കൂട്ടിയിട്ടുണ്ട്. മകളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് നിരന്തര പ്രോത്സാഹനം നൽകുന്ന ഈ മാതാപിതാക്കൾ സമൂഹത്തിന് മാതൃകയാണ്. പങ്കെടുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ അഞ്ജു ടീച്ചറാണ്. അഞ്ജു ടീച്ചറുടെ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതെന്ന്. പ്രച്ഛന്ന വേഷത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരുക്കിയതും അതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം ടീച്ചർ തന്നെ താല്പര്യത്തോടെ ചെയ്തതാണ്. പല ഐറ്റംസുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പല ഐറ്റംസും ഇല്ല. മോഹിനിയാട്ടമാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലും അങ്ങനെ മത്സരമായിട്ടില്ല. അതുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. എന്നാലും പങ്കെടുത്തതിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. സഹോദരി ദേവാനന്ദയും പ്രചോദനമായി കൂടെയുണ്ട്. അകത്തളങ്ങളിൽ ഒതുക്കപ്പെടുന്ന ഇത്തരം കുട്ടികളുടെ മോചനം കലയിലൂടെ സാധ്യമെന്ന് തെളിയിക്കുകയാണ് വൈദേഹിയുടെയും കുടുംബത്തിന്റെയും ലക്ഷ്യം.